അവള് ബുദ്ധി രാക്ഷസിയ, തനി കമ്പ്യൂട്ടറാ. വിടാതെ പിടിച്ചോളണം. എന്ത് ചോദിച്ചാലും സാധിച്ചു കൊടുത്തേക്ക്. അവള് കാരണം തനിക്ക് ലാഭമേ ഉണ്ടാവൂ, മേൽക്കുമേൽ അഭിവൃദ്ധിയും. ഗോവിന്ദേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? കാൽക്കുലേഷനൊക്കെ തെറ്റാണല്ലോ കുട്ടി. ഇല്ലേ ഗോവിന്ദേട്ട, അങ്ങനെ വരാൻ വഴിയില്ല. വളരെ സൂക്ഷിച്ചാ ഞാൻ. ഗായത്രിയുടെ അല്ല, എന്റെ. ഇടയ്ക്കിടെ കുട്ടി എന്നോട് ചൂടാകുന്നു, ഉടക്കുന്നു, പിന്നെ വന്ന് മാപ്പ് ചോദിക്കുന്നു. ഇപ്പതാ ഇങ്ങനെ ആശ്ചര്യപ്പെടുത്തുന്നു. എനിക്ക് ക്യാരക്ടർ അങ്ങോട്ട് പിടികിട്ടുന്നേ ഇല്ല. ഓ, ഇത്രേ ഉള്ളോ? ഇതെല്ലാരും പറയാറുള്ളതാ. എന്നെ പിടികിട്ടാൻ ഇത്തിരി സമയമെടുക്കും. എന്തോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടേ ഇല്ല. കുട്ടിക്ക് ഞാനിട്ട മാർക്ക് തീരെ കുറഞ്ഞു പോയോന്നൊരു സംശയം. ഒരു കടങ്കഥ പോലെ നമുക്കത് മറക്കാം. എങ്ങനെ മറക്കാന്ന്? കടങ്കഥ പോലെ അല്ലേ? ശരിയാ ഗോവിന്ദേട്ട, അവൾ ഒരു തുടർക്കഥ എന്നൊക്കെ പറയും പോലെ ഈ ഗായത്രി ഒരു കടങ്കഥ പോലെന്ന് എല്ലാരും പറയാറുണ്ട്. ദൈവമേ, ഈ കൊട്ടി. ആ പിന്നെ പുറത്താരോടും പറയണ്ട, ഇത്തവണ 27 ലക്ഷമാ ക്ലീൻ ആയിട്ട് കമിഴ്ത്തിയത്. ഒക്കെ ഗായത്രിയുടെ മെടുക്കാന്ന് ആഡിറ്റർ പറയുന്നത്. ഏതായാലും സർക്കാരിന്റെ കുപ്പിയിൽ ഇറക്കിയതല്ലേ, ഈ നേട്ടം നമുക്കൊന്ന് ആഘോഷിച്ചിട്ട് തന്നെ കാര്യം. വാ വരുന്നേ, വാ. കൊച്ചച്ഛനെ സമ്മതിച്ചില്ല. ഇവിടെ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൊച്ചച്ഛൻ തന്നെ വേണം. പുഷ്പം പോലെയല്ലേ ഗായത്രിയെ തിരികെ കൊണ്ടുവന്നത്? ഇപ്പൊ മനസ്സിലായല്ലോ, അതാണ് ഈ കൊച്ചച്ഛന്റെ കഴിവ്. ഇനി ഒരൊറ്റ സംശയമുള്ളൂ, കഴിഞ്ഞ ജന്മത്തിൽ കൊച്ചച്ഛൻ ബ്രോക്കർ ആയിരുന്നോ? എടാ ഒരപ്പേ എരപ്പേ, അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ എന്റെ നാക്കിന്റെ ബലവാ. എങ്കിൽ പറ, പെണ്ണുങ്ങളെ ഇത്ര പെട്ടെന്ന് വലയിൽ വീഴ്ത്തുന്ന കൊച്ചച്ഛന് കിട്ടാൻ എന്താ ഒരു പെണ്ണിനെ കിട്ടാത്തത്? എന്നാര് പറഞ്ഞു? ഞാനൊന്ന് തലകുനിച്ചു കൊടുത്താൽ കെട്ടാൻ റെഡിയായി നല്ല മണി മണി പോലുള്ള പെമ്പിള്ളേര് ക്യൂ നിൽക്കുക. പക്ഷെ അങ്ങനെ കല്യാണം എന്നൊരു ആത്മഹത്യക്ക് ഞാൻ തയ്യാറല്ല. തൃപ്തിയായല്ലോ? പിന്നെ ഓക്കെ ഓക്കെ, എനിക്ക് അത് മതി. വരൂ. ദൈവമേ, ഇതൊന്തൊരു മറിമായം! കീരിയും പാമ്പും പോലെ കഴിഞ്ഞവരാ, ഇപ്പൊ ഇണക്കുരുവികളെ പോലെ. നല്ല സന്തോഷത്തിലാണല്ലോ നീ. ഓഡിറ്റർ ഹാപ്പിയാണോ? ഓഡിറ്റർ വെരി ഹാപ്പി, ഗോവിന്ദൻ വെരി വെരി ഹാപ്പി. പിന്നെ പുറത്താരോടും പറയണ്ട, 27 ലക്ഷം കൂളായി കമിഴ്ത്തി. അതിനെനിക്കൊരു അടിപൊളി ട്രീറ്റും തന്നു കേട്ടോ. ഓ നേരാണോ? ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ കോവിന്ദേട്ടൻ ചെലവ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെ കൊന്നാലും ഞാൻ വിശ്വസിക്കില്ല. നേരെ ഗണേശ, ഇന്നിനി എനിക്ക് ലഞ്ച് കഴിക്കേണ്ട കാര്യമേ ഇല്ല. കൊതിപ്പിക്കാതെ പറ പറ, എന്തൊക്കെയാ കഴിച്ചത്? ഒരു ഉഴുന്ന് വടയും ചായയും. അയ്യോ, എന്താ ഇത്? അത് 50 പൈസയല്ലേ? 50 പൈസ വെറുതെ കിട്ടുവോ? ഗോവിന്ദേട്ടാ, ഇന്ന് 50 പൈസ കളയും, നാളെ 50 രൂപ കളയും, പിന്നത് 50,000 ആയിക്കൂടാന്നുണ്ടോ? ഇവിടെ പണത്തിന് ആർക്കും ഒരു വിലയില്ല. ദാ വെച്ചോളൂ ഗോവിന്ദേട്ടാ.